ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൗട്ടിനുള്ള ആൻസറാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന എക്സാമുമായി റിലേറ്റ് ചെയ്ത ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും തുടർന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് FSOയുടെ ജോബ് ഡീറ്റെയിൽസ് ആണ്. അതിനു മുന്നേ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന എക്സാം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്റ്റേറ്റുകളിലും നടക്കുന്ന എക്സാമാണ്. വളരെ നല്ലൊരു എക്സാമാണ്, നല്ലൊരു പോസ്റ്റാണ്. എന്നാൽ ഇത് ഗസറ്റഡ് പോസ്റ്റ് അല്ല. പിന്നീട് ഗസറ്റഡ് ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും നിലവിൽ ഗസറ്റഡ് പോസ്റ്റ് അല്ല. അപ്പോൾ ഈ ഒരു പോസ്റ്റ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 140 FSOമാരാണ് ഉള്ളത്. അതായത് ഓരോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ഓരോ FSO വെച്ച് 140 FSO. അത് കൂടാതെ നമുക്ക് വേറെയും പോസ്റ്റുകൾ വരുന്നുണ്ട്. ഓരോ ജില്ലയ്ക്ക് ഒരു FSO ഉണ്ടായിരിക്കും. സോണൽ ഓഫീസുകൾ 3 എണ്ണമാണുള്ളത്. ഓരോ സോണൽ ഓഫീസിലും 2 FSO വീതം ഉണ്ടായിരിക്കും. അങ്ങനെ ഒത്തിരി വാക്കൻസി വരുന്ന ഒരു എക്സാമും ഒരു പോസ്റ്റുമാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രൊമോഷൻ പോസ്റ്റാണ് DO, ഡെസിഗ്നേറ്റഡ് ഓഫീസർ. അത് വരുന്നത് ഓരോ ജില്ലയിലും ഒരാൾ എന്ന രീതിയിലാണ്. പ്രൊമോഷൻ സാധ്യത കമ്പാരബിളി കുറവായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. അതുകൊണ്ട് തന്നെ നിലവിൽ ജോലിയിൽ നിന്നും വേറെ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പലരും മാറിപ്പോവാറുണ്ട്. അതുകൊണ്ട് ഒത്തിരി വാക്കൻസി വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാം പഠിക്കണം, ജനറൽ ഉണ്ടാവുമോ, ഏത് പോർഷനാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങി ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ FSO ലിസ്റ്റിൽ വന്ന് സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതിൽ 1 മാസം ക്ലാസ് ആയിരിക്കും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ ഏതെങ്കിലും നമുക്ക് കേരളത്തിലോ ഔട്ട് ഓഫ് കേരളയോ ആവാം. ഈ FSSAI വന്നിട്ട് അവരുടെ ആളുകൾ വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ആദ്യത്തെ 1 മാസം നമുക്ക് ഇഷ്ടപ്പെട്ട സർക്കിളെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ വെച്ച് ക്ലാസ് ലഭിക്കും. അത് കഴിഞ്ഞ് 2ാമത്തെ മാസം ഫീൽഡ് ട്രെയിനിങ് ആണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് ഗസറ്റിൽ പേര് പബ്ലിഷ് ആവുന്നത്. തുടർന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസറായി ചാർജ് എടുക്കും. ഇനി പറയാനുള്ളത് എന്തെല്ലാം ഡ്യൂട്ടീസാണ് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് ഉള്ളത്. പ്രധാനമായും 5 രീതിയിലുള്ള ഡ്യൂട്ടീസാണ് ചെയ്യാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് സാമ്പിൾ കളക്ഷൻ. സാമ്പിൾ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഇത്ര സാമ്പിൾ കളക്ട് ചെയ്യുക എന്നൊരു റൂളുണ്ട്. 40ഓളം സാമ്പിളാണ് ഒരു മാസം കളക്ട് ചെയ്യേണ്ടത്. അതിൽ 10 എണ്ണം ലീഗലും 30 എണ്ണം സർവീലിയൻസ് എന്ന് പറയുന്നതും, അതായത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ലീഗൽ സാമ്പിൾ 10 എണ്ണം ഉള്ളെങ്കിലും അതിൻ്റേതായ പ്രൊസീജിയർ, പാക്കിങ്ങും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീൽ ചെയ്ത് പാക്ക് ചെയ്ത് അതിൻ്റെ പേപ്പർ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിലാണ് അത് നമ്മൾ കളക്ട് ചെയ്ത് അയക്കുന്നത്. ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ അത് ടെസ്റ്റ് ചെയ്യേണ്ടതില്ല. ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന്, ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചെറുപയറിൻ്റെ സാമ്പിളോ ഏതെങ്കിലും സാമ്പിള് കളക്ട് ചെയ്യുക. അത് 4 പാക്കുകളായിട്ടാണ് എടുക്കുന്നത്. 4 പാക്കറ്റ് എടുക്കണം. അതിന് ക്വാണ്ടിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് ഓരോ ഐറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. സപ്പോസ് റൈസാണ് എടുക്കുന്നതെങ്കിൽ 1 kg എടുക്കണം. 1 kgയുടെ 4 പാക്കറ്റുകളായിട്ടാണ് എടുക്കേണ്ടത്. എന്നാൽ എല്ലാത്തിനും ഈ ഒരു എമൗണ്ട് അല്ല എടുക്കുന്നത്. ഐറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരും. എങ്ങനെ വന്നാലും ഓരോ സാമ്പിളിൻ്റെയും 4 പാർട്ട് വെച്ചിട്ട് വേണം കളക്ട് ചെയ്യാൻ. അത് പാക്ക് ചെയ്ത് സീൽ ചെയ്ത ശേഷം ഫുഡ് അനലിസ്റ്റിന് അയച്ചു കൊടുക്കണം. നമുക്ക് ആ ഫുഡ് അനലിസ്റ്റ് ഉള്ളത് നമ്മുടെ RAL ലാബാണ്, അതായത് റീജിയണൽ അനലിറ്റിക്കൽ ലാബ് RAL. അവിടേക്കാണ് ടെസ്റ്റിന് വേണ്ടി അയച്ചു കൊടുക്കേണ്ടത്. ഇതിൽ 4 സാമ്പിളിൽ 1 എണ്ണമാണ് അയച്ചു കൊടുക്കേണ്ടത്. ബാക്കി 3 സാമ്പിള് നമ്മുടെ DO, ഡെസിഗ്നേറ്റഡ് ഓഫീസറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. അതല്ലെങ്കിൽ FBO എന്ന് പറഞ്ഞാൽ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ, ഈ ഷോപ്പ് നടത്തുന്ന ആൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഫർദർ ഇത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ DOയുടെ കയ്യിൽ നിന്നും ഈ 3 സാമ്പിളിൽ നിന്നും 1 എണ്ണം വാങ്ങി, അതായത് അതിൻ്റെ പേപ്പർ റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്, അത് വാങ്ങി ഈ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർക്ക് അല്ലെങ്കിൽ FBOയ്ക്ക് ഡയറക്റ്റായിട്ട് ലാബിലോട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. ബാക്കി 2 സാമ്പിൾ എപ്പോഴും DOയുടെ കയ്യിലാണ്. സപ്പോസ് ഈ സാമ്പിളിൽ എന്തെങ്കിലും പ്രോബ്ലം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു അനാലിസിസിന് വേണ്ടി DOയ്ക്ക് അതിൽ നിന്നും 3rd സാമ്പിൾ ടെസ്റ്റിന് വേണ്ടി അയക്കാം.
ഇതല്ലെങ്കിൽ ഒരു സാമ്പിൾ മാത്രമേ നമ്മൾ ടെസ്റ്റിന് അയക്കുന്നുള്ളൂ. ബാക്കി 3 സാമ്പിളും DOയുടെ കയ്യിലാണ് ഉണ്ടാവുക. അത് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് കൂടുതൽ കറക്ഷനും ചെക്കിങ്ങിനും വേണ്ടി DOയ്ക്ക് ആ സാമ്പിൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇത്ര ദിവസം വരെ വെയിറ്റ് ചെയ്ത് ആ സാമ്പിൾ നശിപ്പിച്ച് കളയാം. അങ്ങനെയാണ് റൂൾ വരുന്നത്. അപ്പോൾ RAL ലാബ് എന്ന് പറയുന്നത് 3 സോണിലായിട്ടാണുള്ളത്. ഒന്ന് തിരുവനന്തപുരം, കാലിക്കറ്റ്, എറണാകുളം. നമ്മുടെ കേരളത്തിൽ 3 സ്ഥലത്താണുള്ളത്. ഇത് ഓരോ സർക്കിളിനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇന്ന ലാബിലോട്ടാണ് അയക്കുക എന്നുള്ളത്. അതിനനുസരിച്ചാണ് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ RAL ലാബിലോട്ട് ഈ ഫസ്റ്റ് സാമ്പിൾ പാക്ക് ചെയ്ത് അയക്കുന്നത്. പിന്നീട് ഫുഡ് അനലിസ്റ്റ് അവിടെ നിന്ന് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും ഡെസിഗ്നേറ്റഡ് ഓഫീസർക്ക് അയച്ചു കൊടുക്കും. ഡെസിഗ്നേറ്റഡ് ഓഫീസർ വഴിയാണ് FSOയുടെ കയ്യിലോട്ട് ഈ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പിൾ കളക്ട് ചെയ്ത് സെൻഡ് ചെയ്യുക എന്നത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി ഈ സാമ്പിളിൽ വേറെ അഡൾട്രേഷനോ മറ്റ് പ്രോബ്ലംസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അവിടെ അവസാനിച്ചു. അതല്ല എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കേസാവും. കേസായി കഴിഞ്ഞാൽ കോർട്ടിൽ പറയാനായിട്ട് FSO പ്രസൻ്റ് ആവണം, ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. അതാണ് ഫസ്റ്റ് ഡ്യൂട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ കംപ്ലയിൻറ്റ്സ് ചെക്ക് ചെയ്യുക. അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് പറയാം ഇന്ന സ്ഥലത്ത് ഇന്ന പ്രോഡക്റ്റിൽ മായം ചേർത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യണം എന്ന രീതിയിൽ പുറമേ നിന്ന് ആളുകൾക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് പറയാം FSOയുടെ അടുത്ത്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇന്ന പ്രോഡക്റ്റിൽ ഇങ്ങനെ ഒരു റൈസിൽ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് ടെസ്റ്റ് ചെയ്യണം എന്ന് ഡയറക്റ്റായിട്ട് FSOയുടെ മുന്നിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ കംപ്ലയിൻറ്റ് വന്ന ആളുടെ ആ ഒരു സാമ്പിള് നമ്മൾ FSO കളക്ട് ചെയ്ത് റീജിയണൽ ലാബിലോട്ട് അയച്ചു കൊടുക്കണം. വീണ്ടും ഇതേപോലെ തന്നെ കംപ്ലയിൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ ഡ്യൂട്ടിയിൽ വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ തേർഡ് ഡ്യൂട്ടിയാണ്. അതായത് അവെയർനെസ്സിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കണം. റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ആശാ വർക്കേഴ്സിന് സ്കൂളിൽ ചില ക്ലാസ്സുകൾ ലെങ്തി ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ വേണ്ട പ്രിപ്പറേഷൻ ചെയ്തിട്ട് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക. ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത. അടുത്തത് VIP ഡ്യൂട്ടിയാണ്. ഏതെങ്കിലും ഒരു VIP നമ്മുടെ സർക്കിളുമായി റിലേറ്റ് ചെയ്ത ഏരിയയിൽ വരികയാണെങ്കിൽ അവർക്കുള്ള ഫുഡെല്ലാം FSO പോയി ചെക്ക് ചെയ്യണം. അതായത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ചെക്കിങ് നടത്തുന്ന ഫുഡ് അനലിസ്റ്റാണ്. FSO ആ സാമ്പിളുകളെല്ലാം കളക്ട് ചെയ്തിട്ട് ഫുഡ് അനലിസ്റ്റിന് കൊടുക്കും. അപ്പോൾ ഒരു മൊബൈൽ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മൾ VIP ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് റീജിയണൽ ലാബിലോട്ട് അത്രയും ടൈം എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യില്ല, മൊബൈൽ ലാബ് വഴി നമ്മൾ ചെയ്യും. അത്രയും ഒരു റീജിയണൽ ലാബിൽ അത്രയും ആക്യുറേറ്റ് അല്ലെങ്കിലും ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് മൊബൈൽ ലാബ് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഫുഡ് അനലിസ്റ്റിന് സാമ്പിൾ ചെക്ക് ചെയ്യാൻ കൊടുക്കും. ആ സാമ്പിൾ കളക്ട് ചെയ്ത് ഓക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ VIPക്ക് കൊടുക്കുന്നതുള്ളൂ. അപ്പോൾ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നത് ഫുഡ് അനലിസ്റ്റാണ്. അത് കളക്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ FSO ആണ്. അങ്ങനെ FSO കളക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതൊരു ലീഗൽ പ്രൊസീജിയറായിട്ട് മാറുള്ളൂ. ഇനി വരുന്നത് അഞ്ചാമത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ VIPയുടെ ഫുഡ് ചെക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ നാട്ടിലെ പൂരങ്ങൾ, ആഘോഷങ്ങൾ, വേല, അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള കടകളിൽ എന്തെല്ലാം ഐറ്റംസ് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതാണോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യണം. അത് ഒരു ഇൻസ്പെക്ഷൻ അത്രേ വേണ്ടുള്ളൂ. അല്ലാതെ സാമ്പിൾ കളക്ട് ചെയ്ത് അയച്ചു കൊടുക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ലല്ലോ. ചെറിയ ചെറിയ ഷോപ്പുകളല്ലേ. അപ്പം അവിടെ എന്തെല്ലാം ഐറ്റംസ് ഏതെല്ലാം എന്നുള്ള വ്യക്തമായ ധാരണ, അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക. ഇതെല്ലാം നമ്മുടെ സർക്കിളിനുള്ളിലാണെങ്കിലേ ചെയ്യേണ്ടതുള്ളൂ. മറ്റ് സർക്കിളിലാണെങ്കിൽ നമുക്ക് പോകേണ്ട കാര്യമില്ല. എന്നാൽ ഹോളിഡേയ്സിലും മറ്റും പ്രോപ്പറായിട്ടുള്ള FSOമാരില്ല, ലീവിലാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള സർക്കിളിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നോർമലി നമ്മളുടെ സർക്കിളിനുള്ളിൽ വരുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ഫുഡ് സേഫ്റ്റി ഓഫീസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. എപ്പോഴും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൺ ആയി തന്നെ ഇരിക്കണം. അതിപ്പോൾ രാത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോളിഡേ ആയിക്കോട്ടെ. നോർമലി കലണ്ടറിൽ റെഡ് ഇങ്കുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ FSOയ്ക്കും ഹോളിഡേ ആണ്. എങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോവേണ്ടി വരും. അപ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലും നടക്കുന്ന ഒരു പോസ്റ്റാണ്. എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നീട് അത് ഗസറ്റഡ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ എന്ത് വന്നാലും നിങ്ങൾ എക്സാം എഴുതുക,
നല്ല റിസൾട്ട് നേടുക. അതാണ് ഏറ്റവും പ്രധാനം. ജോലിക്ക് കയറുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ തന്നെ ഒരുപാട് പേര് FSO ആയിട്ട് ഇന്ന് ഉണ്ട്. ഒത്തിരി സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നന്നായി പഠിച്ചെഴുതാൻ സാധിക്കട്ടെ. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. ഓക്കെ, താങ്ക്